വീണ്ടും ലൈവിൽ നമ്മൾ കണ്ട കാഴ്ച ഐ ലവ് യു ജാസ്മിൻ, തിരിച്ച് ഐ ലവ് യു ടു. ഇതാണ് വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈവിൽ കാണുന്ന പ്രേക്ഷകർക്ക് വളരെയധികം അരോചകമായിട്ട് തോന്നാണ് ഇവർ ഈ കാണിച്ചു കൂട്ടുന്നത്. തല കറങ്ങി വീണ് വയ്യാതെ പോയി തിരിച്ചു വന്ന് അവിടെ ഗബ്രി ജാസ്മിനുമായിട്ട് ഇരുന്ന് സംസാരിക്കാണ്. ജാസ്മിൻ ആണെങ്കിൽ കൺഫ്യൂഷൻ റൂമിലായിരുന്നു, അവിടെ കിടന്ന് ഉറങ്ങുകയും അതിനുശേഷം തിരിച്ചെത്തുകയും ചെയ്ത വ്യക്തിയാണ്. എന്നിട്ട് അവിടെ വന്ന് വീണ്ടും റൂമിൽ വന്ന് കിടക്കാണ്. അവിടെ ജാസ്മിന്റെ അടുത്തേക്ക് വന്ന് ഇരുന്ന് സംസാരിക്കുകയാണ് നമ്മുടെ ഗബ്രി. ഇരുന്ന് സംസാരിക്കുന്നത് അവരവരെ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. സത്യത്തിൽ ഇവരുടെ ബന്ധം എന്താണെന്നുള്ളതിന് ഒരു നിർവചനം പോലും അവർക്ക് നൽകാനായിട്ട് കഴിയുന്നില്ല. ഒരു ഫ്രണ്ടാണോ? അല്ല. ഭാര്യയും ഭർത്താവാണോ? അല്ല. ലവേഴ്സ് ആണോ? അല്ല. അച്ഛനാണോ? അല്ല. അമ്മയാണോ? അല്ല. ഇതെല്ലാമാണ്. ഇതിന് എന്ത് നിർവചനമാണ് നമ്മൾ പ്രേക്ഷകർ കൊടുക്കേണ്ടത്? എന്നിട്ട് ഇവർ പറയുന്നു, നമ്മളെ കുറിച്ച് ഇവരിങ്ങനെയൊക്കെ പറയുന്നു, ഇവര് നമ്മളെ കോർണർ ചെയ്യുന്നു. അതായത് ബിഗ് ബോസ് വീടിനുള്ളിലുള്ള ബാക്കിയുള്ള മത്സരാർത്ഥികളാണ് ഇവരെ ഇങ്ങനെ ആക്കി തീർത്തത് എന്നാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അത് ഏത് വഴിക്കാന്ന് മനസ്സിലാവുന്നേയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് വീടിനുള്ളിലുള്ള മത്സരാർത്ഥികൾ ആരും തന്നെ ഇവരെ കോർണർ ചെയ്തിട്ടേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവരെ കുറിച്ച് അവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറ് കൂടിയില്ലേ സംസാരിച്ചിട്ട്. പുറത്തുള്ള പ്രേക്ഷകരാണ് സത്യത്തിൽ ഇവരെ വിലയിരുത്തുന്നത്. ഇവരുടെ രാത്രികാല വീഡിയോസും ഇവരുടെ ഇരിപ്പും കൈപ്പിടുത്തം ഹഗ്ഗിയിലും ഉമ്മവയ്ക്കലും കണ്ടുകൊണ്ട് പ്രേക്ഷകരാണ് ഇവരെ വിലയിരുത്തിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇവരുടെ ഇടയിലുള്ള കാര്യങ്ങൾ ആ വീടിനുള്ളിലുള്ളവർ ആരും തന്നെ കാണുന്നില്ല. അവരെല്ലാവരും തന്നെ ലാലേട്ടൻ ആ വീഡിയോ പ്ലേ ചെയ്ത സമയത്താണ് ആ വീഡിയോസ് പോലും കണ്ടത്. അങ്ങനെയുള്ളപ്പോൾ ഇവരും വീട്ടിലുള്ള മറ്റ് കണ്ടസ്റ്റന്റിനെ പഴിക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവരാണ് ഞങ്ങൾ എങ്ങനെ ആക്കി തീർത്തത്, നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായില്ലേ, സമാധാനമായില്ലേ എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ. ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? സ്വയം തെറ്റ് ചെയ്തിട്ട് വരുത്തി വെച്ചിട്ട് പുറത്തൊരു ചെറുക്കനെ വാക്കുകൊടുത്ത് വന്ന് അകത്ത് മറ്റൊരുത്തനെ പ്രണയിക്കുന്നു, എന്നാൽ കല്യാണം കഴിക്കില്ല. ഇതൊക്കെ പറയുന്ന ആൾക്കാരാണോ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്? അതാണ് മനസ്സിലാവാത്ത കാര്യം. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും തളർന്നിരുന്ന ഗബ്രി പിന്നീട് വന്ന് ജാസ്മിൻ ആശ്വസിക്കുമ്പോൾ പറയുകയാണ് ഐ ലവ് യു ജാസ്മിൻ. അപ്പൊ തിരിച്ചു പറയാണ് ഐ ലവ് യു ടു. അപ്പൊ ഇവരുടെ ഇടയിൽ എന്താണുള്ളത്? അപ്പൊ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു നിർവചനം കിട്ടുന്നില്ല ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നുള്ളത്. ഇപ്പൊ ലൈവിൽ നമ്മൾ വീണ്ടും കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ മുമ്പ് കണ്ട കാര്യമല്ല. ഇതിനൊക്കെ ശേഷം ഇപ്പൊ ലൈവില് ജാസ്മിനും ഗബ്രി ഇരുന്ന് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ പഴിക്കുകയും സ്വയം ന്യായീകരിക്കുകയും നമ്മൾ പറഞ്ഞ പലതും ഇവരെ വേറെ രീതിയിൽ അർത്ഥത്തിലെടുക്കുന്നു, വേറെ രീതിയിൽ വളച്ചൊടിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. കാണുന്ന പ്രേക്ഷകർ ഇവരെ കുറിച്ച് എന്താണ് ചിന്തിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു നിർവചനം ഇല്ലാത്ത അവസ്ഥയാണ്.